നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി വിധി. വിവാദ വ്യവസ്ഥകളിൽ ചിലത് സ്റ്റേ ചെയ്തുകൊണ്ടാണ് നിർണായക വിധി പറഞ്ഞത്. നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ലെന്നും അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്റ്റേ നൽകാറുള്ളതെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 5 വർഷം ഇസ്ലാം അനുഷ്ഠിച്ചാലേ വഖഫ് അനുഷ്ഠിക്കാനാകുമെന്ന നിയമത്തിലെ വ്യവസ്ഥ ഉൾപ്പെടെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അന്വേഷണം നടക്കുമ്പോൾ വഖഫ് ഭൂമി അതല്ലാതാകുമെന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തു. വഖഫ് സമിതികളിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ എണ്ണവും നിജപ്പെടുത്തി. ബോർഡുകളിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്നാണ് കോടതി ഉത്തരവിട്ടത്. വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യണം എന്ന വ്യവസ്ഥയ്ക്ക് സ്റ്റേ ഇല്ല. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്യുന്ന ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. കഴിഞ്ഞ മെയ് 22-നാണ് നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയത്. പുതിയ നിയമത്തിലെ വകുപ്പുകളുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്യുന്ന മുഖ്യ വിഷയം പിന്നീട് പരിഗണിക്കും. നിയമം ഭരണഘടനാ ലംഘനമാണെന്നും വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാൻ നീക്കമെന്നും ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമം തെറ്റാണെന്നുമാണ് ഹർജിക്കാർ വാദിച്ചത്. 5 വർഷം മുസ്ലിം മതം അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ദീർഘകാല ഉപയോഗം കൊണ്ട് വഖഫായ സ്വത്തുക്കൾക്ക് സാധുതയുണ്ടെന്നും എല്ലാ സ്വത്തുക്കൾക്കും രേഖകൾ നിർബന്ധമാക്കാനാകില്ലെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു. അന്വേഷണം തുടങ്ങിയാലുടൻ വഖഫ് സ്വത്ത് അതല്ലാതാകുമെന്ന വ്യവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു വാദം. എന്നാൽ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്ന് വഖഫ് ഇസ്ലാമിലെ അനിവാര്യമായ മതാചാരമല്ലെന്നും സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതാടിസ്ഥാനത്തിൽ അല്ല തീരുമാനമെന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ വാദം.